ഹലോ നമസ്കാരം എല്ലാവർക്കും സെല്ലുലോയിഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു പ്യുവർ ഫോം ഓഫ് ആർട്ട് അല്ലെങ്കിൽ ക്രിയേഷന് അതിന് വർഷം എത്ര കഴിഞ്ഞിട്ടായാലും അർഹതപ്പെട്ട അംഗീകാരം വന്നു ചേരും എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മുടെ 2000 പുറത്തിറങ്ങിയ ദേവദൂതൻ ഇപ്പോൾ ഇതാ 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിലീസ് ആവുകയാണ്. അത് കേരളം എമ്പാടും ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ അവസരത്തിൽ സിനിമയെപ്പറ്റി സംസാരിക്കാനായിട്ട് വി ഹാവ് ദ വെറ്ററൻ ഡയറക്ടർ സിബി മലയിൽ സർ ആൻഡ് ഓൾസോ ഫേവറേറ്റ് ആക്ടർ വിനീതേട്ടൻ. ഹലോ, രണ്ടുപേർക്കും സെല്ലുലോയിഡിലേക്ക് സ്വാഗതം. ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ തോന്നുന്നു. കാരണം ഞാൻ ജനിച്ച വർഷം ഇറങ്ങിയ ഒരു സിനിമ എനിക്കിത് തിയേറ്ററിൽ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. നമ്മൾ ടി വിയിൽ വരുമ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു ഇതേ എനിക്ക് എക്സ്പീരിയൻസ് എനിക്ക് ദേവദൂതൻ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് തിയേറ്ററിലേക്ക് അത് കാണാൻ ഭാഗ്യം കിട്ടാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും കൊണ്ടുവരുന്നതിന് ഒരു ബിഗ് താങ്ക് യു ആദ്യം തന്നെ എല്ലാവരുടെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന പോലെ പറയാണ് സർ. അപ്പം സർ ഈ ഒരു സിനിമയോട് വളരെയധികം ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിരുന്നു എന്ന് വായിച്ചിട്ടൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇറങ്ങിയ സമയത്ത് അത്രയ്ക്കധികം ഒരു പ്രേക്ഷക സ്വീകാര്യത കിട്ടിയില്ല, വിച്ച് ഡിസപ്പോയിൻറ്റഡ് യു. അപ്പോൾ ഇപ്പോൾ ഇത് ഇത്രയും വലിയൊരു ആഘോഷമായിട്ട് വീണ്ടും ഇത്രയൊരു റിലീസിന് ഒരുങ്ങുമ്പോൾ പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നു, എല്ലാവരും ആ വർക്കിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. സാറിൻ്റെ ഉള്ളിലെ ക്രിയേറ്ററിന് എന്താ തോന്നുന്നത്? ആക്ച്വലി ആദ്യം തന്നെ നന്ദി പറയേണ്ടത് ഞങ്ങളോടല്ല, ഈ സിനിമ വീണ്ടും തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയുണ്ട്, അവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം താങ്കൾ സൂചിപ്പിച്ച പോലെ ജനിച്ച വർഷം ഇറങ്ങിയ സിനിമ അല്ലെങ്കിൽ ജനിച്ച് തിയേറ്ററിൽ പോയി സിനിമ കണ്ട് തിരിച്ചറിയാനുള്ള പ്രായമില്ലാത്തൊരു തലമുറ അല്ലെങ്കിൽ അതിന് ശേഷം ജനിച്ചൊരു തലമുറ, അവരെല്ലാം പിന്നീട് സിനിമ കാണുകയും യൂട്യൂബിലൊക്കെ കണ്ട് അവർ ആസ്വദിച്ച് അവർ അതിനെ ഡിസ്കസ് ചെയ്ത് അവർ തിയേറ്ററിൽ കാണാനുള്ള ആഗ്രഹമൊക്കെ ആയിട്ട് അവർ ചർച്ചകളിലൂടെ വന്നപ്പോൾ അതാണ് നമ്മൾക്ക് ഇങ്ങനൊരു റിലീസിനെ കുറിച്ചുള്ള ഒരു ഊർജ്ജമായിട്ട് മാറിയത്. അപ്പോൾ അവരോടാണ് നന്ദി പറയേണ്ടത്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം ഇതൊരു വളരെ സന്തോഷം നൽകുന്ന ഒരു സമയമാണ്. വളരെ നമ്മളെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് വലിയ പുതിയ സന്തോഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു മാറ്റം ഈ 24 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുകയാണ്. ഒരുപക്ഷെ അന്ന് ഇത്രയും ഒരു ഹിറ്റായിരുന്നെങ്കിൽ ഈ ഒരു റിലീസ് ചിലപ്പോൾ സംഭവിക്കില്ലായിരുന്നേക്കാം അല്ലേ സർ? സാധ്യത കുറവാണ്. കാരണം അന്ന് കണ്ട് ആസ്വദിക്കപ്പെടുകയും ചിലപ്പോൾ വലിയ ഹിറ്റായ സിനിമകൾ റിലീസ് ചെയ്യാൻ ചിന്തിച്ചേക്കാം. പ്രത്യേകിച്ച് ഇത്രമാത്രം ടെക്നിക്കൽ ക്വാളിറ്റിയിൽ അന്ന് ചെയ്തു വെച്ചിരുന്ന സിനിമ ആയതുകൊണ്ട് ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇപ്പോൾ സ്ഫടികം ഒക്കെ വന്നത് തിയേറ്ററിൽ വലിയ ഹിറ്റായതുകൊണ്ടാണ് വീണ്ടും അത് കുറേ കാലങ്ങൾക്ക് ശേഷം അത് കാണാൻ ആഗ്രഹിച്ചത്. ഇത് തിയേറ്ററിൽ പരാജയപ്പെട്ടത് ഒരു സിനിമ വരാൻ ആരും ഇതുവരെ തിരിച്ച് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ആരും അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടില്ല. ഇങ്ങനെ ഒരു അറ്റംപ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയത് ഇത് കാണാൻ ആഗ്രഹിച്ചു വരുന്ന പുതിയ ജനറേഷനിലെ പ്രേക്ഷകരാണ്. വിനീതേട്ടാ, അന്ന് മഹേശ്വർ വന്നപ്പം വിനീതേട്ടൻ ഇതിലും യങ് ആണ്. ഒരു ക്യാരക്ടർ വരുമ്പം അതിനെ കൺസീവ് ചെയ്യാനായിട്ട് ബിക്കോസ് ഇന്ന് വ്യത്യാസം ഉണ്ടാവും. ബിക്കോസ് ഇന്ന് വിനീതേട്ടൻ ഒരു ഡയറക്ടർ കൂടിയാണ്, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പം ഇന്നാണ് മഹേശ്വർ വന്നെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന ആ മഹേശ്വരായിരിക്കും നമ്മൾക്ക് ഇന്ന് കാണാൻ പറ്റുക. അല്ല, അത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ആസ് എൻ ആക്ടർ ഞാൻ ഇവോൾവ് ചെയ്ത് വരുന്ന അത് വ്യത്യാസം എന്തായാലും അതിൻ്റെ പെർഫോമൻസ് വൈസിൽ ചിലപ്പോൾ ഉണ്ടാവും. സിനിമയിൽ അത് അന്നും ഇന്നും വെൽ റിട്ടൺ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ആ സിനിമയിൽ സ്ക്രീൻ സ്പേസ് വളരെ കുറച്ചു, എന്നാൽ ആ സിനിമയുടെ ഏറ്റവും സില്ലൻ ഫിയർ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അത് വെൽ റിട്ടൺ വെൽ ക്രാഫ്റ്റഡ് ക്യാരക്ടറാണ്. അത് എനിക്ക് തോന്നുന്നില്ല അതിനൊരു മാറ്റം ഇന്നത്തേക്ക് വരുമ്പോൾ വേറെ രീതിയിലേക്ക് അത് വരുന്നത്. ആസ് എൻ ആക്ടർ ചിലപ്പോൾ അതിൻ്റെ എൻ്റെ പെർഫോമൻസ് ചിലപ്പോൾ റിസ്പെക്ട് ചെയ്തേക്കാം, നമ്മുടെ മെച്യൂരിറ്റി ഉണ്ടാവും, അതൊക്കെ അതിനെ ബാധിച്ചു. അല്ലാത്ത രീതിയിൽ അത് അന്നും ഒരേപോലെ നിൽക്കുവാട്ടെ. ചേട്ടൻ എന്താണ് ഈ ഒരു ഒക്കേഷനിൽ തോന്നുന്നത്? ഞാൻ ഇപ്പോൾ ആലോചിച്ചൊരു കാര്യം, ഞങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് ഒരു 15ഓളം ഇൻ്റർവ്യൂസ് ചെയ്തു. അപ്പോൾ ഒരു സിനിമ 24 വർഷം മുമ്പ് ചെയ്തൊരു സിനിമയ്ക്ക് അതിൻ്റെ ഡയറക്ടറുടെ കൂടെ ഇരുന്ന് നമുക്കൊരു ഇൻ്റർവ്യൂ 24 വർഷത്തിന് ശേഷം സാധ്യമാകുന്നു എന്നുള്ളത് ഒരു സ്പെഷ്യലാലിറ്റി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു പുതിയ സിനിമ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നൊരു സിനിമ എങ്ങനെ ആഘോഷിക്കപ്പെടുമോ അതിൽ കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക് തരുന്നുണ്ട് ഈ സിനിമ ഇങ്ങനെ ഇൻ്റർവ്യൂസിൽ ഇരിക്കുമ്പോഴും റെസ്പോൺസിൽ നിന്നും. കാരണം പുറത്തിറങ്ങുമ്പോഴായാലും പല സ്ഥലത്തു നിന്നും ഞാനൊരു സിനിമ അടുത്ത് തിയേറ്ററിൽ കാണാൻ ചിലപ്പോൾ 2 കുട്ടികൾ ഓടി വന്നിട്ട് എത്ത് പറയും ചേട്ടാ വെയിറ്റിംഗ് ആണ്. അപ്പം ഞാൻ ഒരു സെക്കൻഡ് എന്തായാലും ഇവർ പറഞ്ഞു വരുന്നത് എൻ്റെ മനസ്സിലില്ലായിരുന്നു. ദേവദൂതൻ ഇമ്മിഡിയറ്റ് അവർ പറയുന്ന അതാണ്, ദേവദൂതൻ കാണാൻ വെയിറ്റിംഗ് ആണ്. അത് പുതിയ കുട്ടികൾ, ഐ മീൻ ഈ ജനറേഷൻ ഉണ്ടാവർ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ്ങും എക്സൈറ്റിങ്ങും മാത്രമല്ല, രണ്ടാമതൊരു കാര്യം, നമ്മൾ ഈ സിനിമ ഇന്ന് കണ്ട് പ്രേക്ഷകർ, ഇന്നത്തെ പ്രേക്ഷകർ എന്ത് പറയുന്നത് കേൾക്കാനൊരു ആഗ്രഹമുണ്ട്. കാരണം അവരെല്ലാം ഒരു പരിധി വരെയും എനിക്ക് തോന്നുന്നൊരു
80% ആളുകൾ ഓൾറെഡി അത് കണ്ടിട്ടുണ്ട്, പല മീഡിയത്തിലൂടെയും കണ്ടു. പക്ഷേ ഇപ്പോൾ വരുന്നത് അതിൻ്റെ കുറച്ചുകൂടെ ഫൈൻ ട്യൂൺഡ് ഒരു വേർഷനാണ്. സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു വേർഷനോട് അടുത്ത് നിൽക്കുന്ന, അപ്പോൾ അന്ന് റിലീസ് ചെയ്തതിൽ നിന്ന് കുറേ അധികം അതായത് അതിൻ്റെ ടോട്ടൽ സ്ട്രക്ചറിലല്ല, അതല്ലാതെ തന്നെ കുറച്ചുകൂടെ രാഗി മെക്കിയ കുറച്ചുകൂടെ ഒരു പ്യുവർ ഫോമിലാണ് അത് വരുന്നത്. ഓക്കെ. അപ്പോൾ അത് കുറേ കൂടെ രസമായിരിക്കും. അത് തിയേറ്ററിൽ അവർക്ക് പുതിയ അത് ഒരു തവണ കണ്ടവർക്ക് തന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിൻ്റെ വിഷ്വലുകൾ ഈ 4K മാറ്റിയപ്പോൾ ഭയങ്കര എൻഹാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളേഴ്സ് ആയാലും അത് യൂസ് ചെയ്ത കോസ്റ്റ്യൂംസിൻ്റെ ഒക്കെ ഡീറ്റെയിൽ എല്ലാം ഭയങ്കര രസമായിട്ട് സിയാദ് ഗെയിംസ് എക്സാം പറഞ്ഞു. ഞാൻ ആ പടം കണ്ടു ചെയ്യാം 4K കണ്ടു ചെയ്യാൻ. അപ്പോൾ അത് ഞാനും വെയിറ്റ് ചെയ്യാൻ നമ്മളെ പോലെയല്ല അല്ലേ സർ? ഈ ദേവദൂതന്റെ കഥ ഇങ്ങനെ രാഗി മിനുക്കി അങ്ങനെ ഇവോൾവ് ചെയ്തിട്ടുള്ള ഫൈനൽ സംഭവമാണ് നമ്മൾ തിയേറ്ററിൽ അന്ന് കണ്ടിരുന്നത്. ആൻഡ് അന്നത്തെ സമയത്ത് മോഹൻലാൽ ലാലേട്ടൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് ഹ്യൂമർ സീൻസും അതേപോലെ സ്റ്റണ്ടും ഒക്കെ എഴുതി ചേർത്തിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട് എവിടെയോ. അപ്പം ഇപ്രാവശ്യം അത് തിയേറ്ററിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സാറിൻ്റെ ഉള്ളിലുള്ള, ഇപ്പം വിനീതേട്ടൻ പറഞ്ഞ പോലെ അങ്ങനത്തെ കുറേ ഡിലീഷൻസ് ഒക്കെ വന്നിട്ടുള്ളൊരു ഫോം ആയിരിക്കും നമ്മൾ കാണാൻ പറ്റുക? തീർച്ചയായിട്ടും അന്ന് നമ്മൾക്കത് ഇത്തരത്തിൽ ആഡ് ഓൺ ചെയ്യേണ്ടി വന്ന ചില എലമെൻറ്റ്സ്, ചില സീക്വൻസുകളൊക്കെ ഒഴിവാക്കുന്നു. കാരണം അത് അന്ന് തന്നെ നമുക്ക് ബോധ്യമുണ്ടായിരുന്നു അത് അതിൻ്റെ ഒരു പ്രധാന കഥയുടെ ഘടനയോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നറിയാം. മറ്റ് ചില ബാഹ്യമായ കാര്യങ്ങളെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഈ ഒരു വേർഷനിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആവശ്യം തീരെയില്ല, അത് ഒഴിവാക്കുക തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു റിവൈസ്ഡ് വേർഷനാണ്, റീ എഡിറ്റഡ് വേർഷനാണ് വരാൻ പോകുന്നത്. സാർ ഇന്നാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ഒരു വലിയ വ്യത്യാസം അതിൽ കൊടുക്കേണ്ടാകുക? അല്ല, നമ്മൾ ഒരിക്കലൊരു സിനിമ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ സംബന്ധിച്ചോളം നമ്മുടെ മനസ്സിൽ നിന്നുള്ള അതിൻ്റെ പൂർണ്ണമായ ഇൻപുട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഇനി അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വേറൊരു ഫോർമാറ്റിൽ ചെയ്യണം. അതായത് ഈ വേർഷനല്ല, ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയ കഥയുണ്ട്, 7 വയസ്സുള്ള കുട്ടി പ്രോട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ആ കഥയുണ്ട്. അത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട അതിൻ്റെ മേക്കിംഗ് പാറ്റേൺ, അതിൻ്റെ വിഷ്വൽസ്, അതിൻ്റെ അതിനെ ഞാൻ അന്ന് കണ്ട സ്വപ്നങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് പക്ഷേ വേറൊരു സിനിമ ഇതേ ഇൻറ്റൻസിറ്റിയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇൻറ്റൻസിറ്റിയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇങ്ങനെയൊരു സിനിമ ഇനിയിപ്പോൾ ആഘോഷിക്കപ്പെടുമ്പോഴും ആസ്വദിക്കപ്പെടുമ്പോഴും അതിൻ്റെ ആവശ്യം വരുമോ ഇല്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു സാധ്യത അവിടെ ഉണ്ട്. ഇപ്പം നമ്മുടെ മണിച്ചിത്രത്താഴ് പോലുള്ള സിനിമയൊക്കെ അത് റിലീസ് ചെയ്ത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂൽഭുലൈയൊക്കെ ആയിട്ട് ഹിന്ദിയിലൊക്കെ വന്നത്. അപ്പോൾ ഈ സിനിമ ഇനി ഇപ്പോൾ റിലീസായി ഇനി ഹിറ്റാവുകയാണ്, മറ്റുള്ള ഭാഷകളിലേക്ക് ഇനി ദേവദൂതൻ പോയി കൂടാ എന്നുള്ളൊരു ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാം. കാരണം സാധാരണ ഒരു പടം റിലീസിന് അല്ലെങ്കിൽ റീമേക്കിങ്ങിന് റീമേക്കിംഗ് ആയിട്ട് മറ്റു ഭാഷക്കാർ അന്വേഷിച്ച് വരുന്നത് അതിവിടെ സക്സസ് ആകുമ്പോഴാണ്. ഒരിക്കലും ഒരു ഫെയിലറായിട്ടുള്ള പടത്തെ ആരെങ്കിലും റീമേക്ക് ചെയ്യാൻ തയ്യാറായിട്ട് വരത്തില്ല. അപ്പം ഈ മണിച്ചിത്രത്താഴ് ഒരുപാട് ഭാഷകളിലേക്ക് മാറ്റപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ആകാശദൂത് എന്ന് പറയുന്ന സിനിമ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും മൊഴിമാറ്റമല്ല റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആ സിനിമ വഴി സക്സസ് ആയതുകൊണ്ടാണ്. അപ്പോൾ സക്സസ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള മറ്റു ഭാഷയിൽ നിന്നും ആൾക്കാർ അതിനെ തേടിയെത്തുകയും അത് അവരുടെ ഭാഷകളിലേക്ക് ഇപ്പം റീമേക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതും ഇപ്പോൾ ഈ ഒരു സിനിമ റിലീസാകുമ്പോൾ അത്തരത്തിലുള്ള റെസ്പോൺസ്, ഒരു എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസ് തിയേറ്ററുകൾ ഇതിന് വരികയാണെങ്കിൽ അത്തരം ആവശ്യങ്ങളും അത്തരം റീമേക്കുള്ള സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. വിനീതേട്ട, അതേപോലെ തന്നെ മഹേശ്വരനെ ആ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, മൊത്തത്തിലുള്ള ഒരു ഗെറ്റപ്പ് ആയിക്കോട്ടെ, ഒരു വെസ്റ്റേൺ കൾച്ചർ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പേര് മഹേശ്വർ, ഇത് രണ്ടും ഭയങ്കര ടൈംലെസ് ആണ്. അതായത് ഇന്നും ചേട്ടൻ്റെ കോസ്റ്റ്യൂമും ആ ലുക്കും ഒന്നും ഔട്ട്ഡേറ്റഡ് അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒരു ആക്ടറിൻ്റെ കരിയറിൽ വരുന്നത് വളരെ അപൂർവമായിട്ടാണ്. സോ ഹൗ ഡു യു ലുക്ക് അറ്റ് ഇറ്റ് ലൈക്ക് എൻ ആക്ടർ? അതിൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, അതിനകത്ത് എല്ലാവരുടെയും ക്യാരക്ടറൈസേഷൻ ആയാലും അവരുടെ കോസ്റ്റ്യൂം സ്റ്റൈലായാലും, ഇപ്പോൾ കല്യാണൻ്റെ പിടിച്ചാൽ എൻ്റെ ഓപ്പോസിറ്റിൽ ജയപ്രദ മാഡത്തിൻ്റെ കോഡ് ചെയ്ത ആ കുട്ടിയുടേതായാലും എല്ലാവരുടെയും വിശാൽ കൃഷ്ണമൂർത്തിയുടേതായാലും അതിലൊരു ടൈം ബൗണ്ട് അല്ലെങ്കിൽ ഒരു പീരിയോഡിക് സ്വഭാവം ആ കോസ്റ്റ്യൂംസിന് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നും അത് വരും അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു ടൈം സ്പാൻ 24 years എന്ന് പറയുന്നത് നമുക്ക് പല സിനിമകളും നമ്മൾ പഴയ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ആ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന പല കാര്യവും അതിനകത്ത് ഉണ്ടാവും.
പക്ഷേ ഇതെനിക്ക് തോന്നുന്നത് താരതമ്യേന വളരെ കുറഞ്ഞൊരു സിനിമയാണെന്ന് തോന്നുന്നത് അങ്ങനെ നോക്കുമ്പോൾ. കാരണം അതിൻ്റെ കഥാപശ്ചാത്തലം തന്നെ അതിനകത്ത് ഒരു നമുക്ക് വളരെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേറ്റിവിറ്റിയുള്ള ഒരു കഥാപശ്ചാത്തലത്തിലല്ല അതുണ്ട്. പക്ഷേ ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് കാലത്തും ഏത് സ്ഥലത്തും കണക്ട് ചെയ്യാവുന്ന ഇമോഷനാണ് പ്രണയമായാലും. ആ പ്രണയത്തെ ഒരു ഹൊറർ അന്തരീക്ഷത്തിൽ പ്ലേസ് ചെയ്യുകയും എന്നാൽ അതിൻ്റെ ഒരു എറ്റേണിറ്റി ആ ലവ് എന്ന് പറയുന്ന സാധനം അലീനയും നിതിൻ മഹേഷനും തമ്മിലുള്ള ഇൻറ്റൻസ് പ്രണയത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ അതിന് ടൈമും സ്പേസും അതിന് മാറ്റി നിർത്തപ്പെടുന്നത് അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിലാണ്. ഇന്നും ഇതൊരു കൾട്ട് ഫിലിമായിട്ട് ആൾക്കാർ കാണാനായിട്ടുള്ളൊരു റീസൺ അതായിരിക്കും. അതായത് നമ്മൾ മലയാളത്തിൽ കണ്ടുവന്നിട്ടുള്ള ഹൊറർ സിനിമകളുടെ സ്റ്റീരിയോ ടൈപ്സിനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തുകൊണ്ടിട്ടുള്ളൊരു ഫിലിമായിരുന്നു അത്. അപ്പം സാറിന് അന്ന് സാധാരണ മറ്റേ വെള്ളസാരി കൊടുത്തിട്ട് ഉള്ള ലൈക്ക് സ്ലോ മ്യൂസിക് ഒക്കെ വെച്ചിട്ടായിരുന്നു പ്രേത സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം അന്ന് ആ ഒരു പീരിയഡിൽ ഇത് സിനിമ ഇറങ്ങുമ്പോൾ സാറിന് അതിൻ്റെ ഒരു സീഡ് ഓഫ് ഐഡിയ എവിടെ നിന്നായിരുന്നു സാർ? അല്ല, അടിസ്ഥാനപരമായിട്ടും നമ്മൾ ഒരിക്കലും ഇതിനെ ഒരു ഹൊറർ സിനിമയാണെന്ന് കണ്ടിട്ടേ ഇല്ല. ഓക്കെ. ഞങ്ങളുടെ ഈ സിനിമയുടെ കൺസീവ് ചെയ്തത് ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ടൈംലെസ് ആയിട്ടുള്ള ഒരു എറ്റേണൽ ആയിട്ടുള്ള ലവ് സ്റ്റോറി പറയാം. കാലങ്ങൾക്ക് ശേഷവും മഹേശ്വർ എന്ന് പറയുന്ന നിഖിൽ മഹേശ്വർ എന്ന് പറയുന്ന കഥാപാത്രം മരണപ്പെട്ടിട്ട് 30 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അയാൾക്കായി കാത്തിരിക്കുന്ന ഒരു കാമുകി എന്ന് പറയുന്ന ഒരു ആ സ്നേഹത്തിൻ്റെ ഒരു പാരമ്യത എത്രയാണെന്ന് നമുക്ക് ആ കഥ പറയാനാണ് ശ്രമിച്ചത്. ഒരു പ്രണയം കഥ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി പറയാൻ തന്നെയാണ് ശ്രമിച്ചത്. അതിൽ ഒരു ആൾ, ഈ കാമുകൻ മരിച്ചുപോയ ആളായതുകൊണ്ട് ചിലപ്പോൾ ഒരു മിസ്റ്ററി എലമെൻ്റ് അതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അതൊരു പേടിപ്പെടുത്താൻ വേണ്ടി വരുന്നതല്ല, അത് അയാളുടെ ഒരു സാന്നിധ്യം ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കൊണ്ടുവരും. അയാളുടെ പ്രസൻസ്, അയാളുടെ ഒരു ഒരു അദൃശ്യമായൊരു സാന്നിധ്യം ഈ സിനിമയിൽ പൂർണ്ണമായിട്ടും ഉള്ളത് പലപ്പോഴും അതൊരു ഭയം ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല. അത് നമ്മൾ ഇപ്പോൾ സോൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മളുടെ മനസ്സിലാദ്യം പേടിയാണ്. മലയാറ്റൂരിൻ്റെ യക്ഷി വായിക്കുന്നവരും യക്ഷി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഭയങ്കര ഹൊറർ ഫിഗറാണ്. യക്ഷീനെ പ്രണയിച്ചത് ശരിക്കും ഞാൻ ആ നോവൽ വായിച്ചപ്പോഴാണ് എനിക്ക് യക്ഷീനെ എപ്പോഴെങ്കിലും ഞാൻ വന്ന് പ്രണയിച്ചാൽ കൊള്ളാൻ പോകും. അതേപോലെ ഇതിന് ഒരു ഹൊറർ ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു സോൾ, ഒരു ആത്മാവ് വന്നിട്ട് പറയും നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്തൊരു എനർജി അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഥ കൺസിഡർ ചെയ്യുമ്പോൾ അതെപ്പോഴും നമ്മൾ ആദ്യം ഒരു ഹൊറർ ബാക്ക്ഗ്രൗണ്ടിലായി. പക്ഷേ ഈ സിനിമ തീരുമ്പോഴേക്കും അത് ഒത്തിരി മാറിയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഒരു പുതുമയും അത് തന്നെയാണ്. കാരണം ഒരു ലവ് സ്റ്റോറി ഒരിക്കലും എനിക്ക് തോന്നുന്നത് വേറെ ഒരു ഭാഷയിലും എങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതെ, എനിക്ക് തോന്നുന്നു മ്യൂസിക്കിനും കുറേ അതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ പാട്ടുകളായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും. ഇപ്പം ഇതിൻ്റെ രണ്ടാമത്തെ ട്രെയിലറും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ദ മ്യൂസിക്കൽ മെസ്ട്രോ വിദ്യാസാഗർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു വിത്ത് ദറ്റ് മ്യൂസിക്. അപ്പം ശരിക്കും മ്യൂസിക്കും ഈ സിനിമയോടൊപ്പം തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇതിപ്പോൾ ഈ റീ റിലീസിനൊരു കാരണം പാട്ടുകൾ ഒരു തുടക്കത്തിൽ ഒരു റീസൺ ആയേക്കാം അല്ലേ സാർ? അതെ, പാട്ടുകൾ അന്ന് തൊട്ട് തന്നെ ഈ സിനിമയിലെ ആദ്യത്തെ പാട്ടുകൾ ആദ്യം 24 വർഷങ്ങൾക്ക് മുമ്പ് കമ്പോസ് ചെയ്ത പാട്ടുകൾ ഇന്നും അതേപോലെ ആ ഫ്രഷ്നെസ്സിൽ ആൾക്കാർ ആസ്വദിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. എല്ലാ പാട്ടുകളും മികച്ചു തന്നെയാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ പാട്ടുകൾ ഇപ്പോൾ സ്പെഷ്യലും കൂടിയാണ്. ഇപ്പോൾ കരളനി കൈപിടിച്ചാൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപക്ഷെ പൂവേ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എൻ ജീവനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പിന്നെ എല്ലാവരും, കൂടുതൽ ആൾക്കാരും ഈ എന്തൊരു മഹാനുഭാവനും ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ പാട്ടുകൾക്കും അതിൻ്റേതായിട്ടുള്ള ആരാധകരുണ്ട്, ഇഷ്ടക്കാരുണ്ട്. ഈ സിനിമയെ ഒരു പ്രത്യേക ജോണറിൽ നമുക്ക് തളച്ചിടാനും പറ്റത്തില്ല. ഇത് വിനീത് പലപ്പോഴും പറയുന്നത് ഇതൊരു ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു ജോണറാണ്. ഇത് ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതൊരു മ്യൂസിക്കൽ സിനിമയാണോ, ഇതൊരു ലവ് സ്റ്റോറിയാണോ, ഇതൊരു മിസ്റ്ററി എലമെൻ്റുള്ള സ്റ്റോറിയാണോ, ഒന്നും അറിയത്തില്ല. ചിലരൊക്കെ അതിനെ ഒരു ഹൊറർ ടോണിലേക്കും അതിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു ജോണറുള്ള സിനിമയാണ്. അത്തരമൊരു കൺഫ്യൂസ്ഡ് ജോണറുള്ള സിനിമകൾ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. എവിടെയെങ്കിലും നമുക്ക് ഇതിനെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു എല്ലാ ജോണേഴ്സിൻ്റെ ഒരു മിക്സ് ആയിരിക്കണം ഒരു സിനിമ എന്ന് പറയുന്നതിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ. ചേട്ടാ, അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം ഈ സിനിമ ഇറങ്ങുന്നതിന് അനുബന്ധിച്ച് കുറേ പോസ്റ്റുകൾ വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പോസ്റ്റായിരുന്നു പൂവേ പൂവേ പാലപ്പൂവേ എന്ന് പറയുന്ന പാട്ടിൻ്റെ
ഫ്രെയിംസിനെ പറ്റിയിട്ട്. ലൈക്ക് അസാധ്യമായിട്ടുള്ള ഫ്രെയിംസ് ആണ് ലൈക്ക് കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് സാർ അതിൽ ഒരുക്കിയിട്ടുള്ളതെന്ന്. ചേട്ടനൊരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അതിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? ലൈക്ക് ഈവൻ ദോ ചേട്ടൻ ആ പാട്ടിൽ അഭിനയിച്ചിട്ടില്ല, ഒരു 100 വട്ടമെങ്കിലും ആ പാട്ട് ചേട്ടൻ കണ്ടിട്ടുണ്ടാകുമല്ലോ. പാട്ടായിരിക്കും ഉദ്ദേശിച്ചത് അതോ രണ്ടും? അത് ഈ പാട്ട് അതാണ് ഞാൻ പറഞ്ഞത്. പാട്ട് മാത്രമല്ല, സിനിമ മൊത്തത്തില് വളരെ ബ്യൂട്ടിഫുൾ ഫ്രെയിംസും. കാരണം അതിന്റെ ആർട്ട് ഡയറക്ടർ ആയാലും അന്ന് എനിക്ക് തോന്നുന്നത് സിബിസാർ അത് ആദ്യം കൺസീവ് ചെയ്ത പോലെ അല്ലാതെ ഉണ്ടാവുകയും പിന്നെ അത് റീവർക്ക് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്ത സന്തോഷ് കുണ്ടിൽ വളരെ മനോഹരമായിട്ട് ലൈറ്റപ്പ് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഓരോ ഫ്രെയിംസും നമുക്ക് ഒരു പെയിന്റിങ് പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. എന്നാൽ 2 രീതിയിലുണ്ടല്ലോ. ഇപ്പോൾ ഭരൻ സാറിൻ്റെ പല സിനിമകളിലും നമ്മുടെ ഇതേപോലെ പെയിന്റിങ് പോലെയാണ് ഫ്രെയിംസ് ഷൂട്ടിങ്. പക്ഷെ ഇത് വേറൊരു വെസ്റ്റേൺ കൾച്ചർ നമുക്ക് കൂടെ അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്ന രീതിയിൽ വേറൊരു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനൊരു നേറ്റിവിറ്റി ഇല്ല. നമുക്ക് ഇത് കേരളത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു ഗ്രാമത്തിൽ എന്ന് പറയുന്നില്ലല്ലോ. അങ്ങനെ പക്ഷെ എന്നാൽ വിഷ്വലി നമ്മൾ സ്റ്റണ്ണിങ് ആകുന്ന രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ എപ്പോഴും എന്താ പറയുക, ഈ സിനിമയൊക്കെ ഞാൻ അൾട്ടിമേറ്റ്ലൊരു സിനിമയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ. ആ പ്രേക്ഷകനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു സിനിമയാണ്. ഞാൻ കാത്തിരിക്കുന്നതും അങ്ങനെയാണ്. ഞാനൊരു നടനായിട്ടല്ല, അന്ന് കാണുമ്പോൾ 2000 ഇത് റിലീസാവുന്ന സമയത്ത് ഒരു നടൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സിനിമ കാണാൻ ആഗ്രഹിച്ചത്. ഞാനൊക്കെ സിനിമയിൽ വരും, എൻ്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ മോട്ടീവ് സിനിമ കാണുമ്പോൾ. ഇപ്പോൾ കാണുന്ന അങ്ങനെയല്ല. ഇപ്പോൾ ആ സിനിമയുടെ എല്ലാ എസൻസും നമുക്കറിയാം. പക്ഷേ റീവാച്ച് ഞാൻ അന്ന് തിയേറ്റർ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ മറ്റൊന്നിലും ഞാൻ കണ്ടിട്ടേ ഇല്ല. പല ബിഗ്സ് കാണും എന്നല്ലാതെ. കാരണം അന്ന് എനിക്ക് എൻ്റെ ക്ലൈമാക്സ് സീൻ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. കാരണം അൾട്ടിമേറ്റ്ലി അതൊരു ക്യാരക്ടറാണെങ്കിലും ആ സിനിമയിൽ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അനുഭവിക്കാത്തൊരു പെയിൻ ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇമ്പാക്ട്ഫുൾ ആയിട്ടാണ് സിൻസാർ അത് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് എനിക്ക് ഒരു ടോട്ടൽ ഇരുന്ന് മൊത്തത്തിൽ എനിക്ക് കാണാൻ അങ്ങനെ പിന്നീട് പറ്റിയിട്ടില്ല. ആ ഒരു ഫെയിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്കത് അങ്ങനെ അല്ലാതെ ഞാൻ ആ സിനിമയെ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്നുകൊണ്ടും ആ സിനിമയുടെ ഒരു നല്ല പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ കാണും. ഇപ്പം പല ജോണർ സിനിമ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതുപോലെ തന്നെ മ്യൂസിക്കിലും അല്ലേ, വെസ്റ്റേൺ മ്യൂസിക് ആയാലും നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒരു കീർത്തനമാണ് എന്തൊരു മഹാനുഭാവരും. അപ്പം സർ ലൈക്ക് അത് വേണം എന്ന് വെച്ചെടുത്തൊരു ചോയ്സ് ആയിരുന്നു. അതായത് മലയാളികൾക്ക് പെട്ടെന്നുള്ള ഒരു നേറ്റീവ് റിലേറ്റിവിറ്റി വെക്കാത്തൊരു സംഭവം, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാട്ടുകൾ അഡാപ്റ്റ് ചെയ്തിട്ട് ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ പാട്ടുകളും അതിൻ്റെ ആ സിറ്റുവേഷനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വിദ്യാസാഗറുമായിട്ടുള്ളൊരു ബ്രീഫിങ്ങിൽ ഉണ്ടായിരുന്നത്. എന്തൊരു മഹാനുഭാവലും എന്ന് പറയുന്ന ആ ഒരു സിംഫണിയിലേക്ക് എത്തുന്നത് മോഹൻലാൽ എന്ന് പറയുന്നൊരു ക്യാരക്ടർ എത്തുന്ന ഒരു ആക്ടർ എത്തുന്നതോടുകൂടിയാണ്. മോഹൻലാൽ എത്തുന്നതോടുകൂടി ഒരു ക്യാമ്പസ് സ്റ്റോറിയായിട്ട് പിന്നീട് കൺസീവ് ചെയ്ത സിനിമ ആ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു ടീനേജറിൽ നിന്നും ഒരു ഓൾഡ് സ്റ്റുഡൻറ്റ്, അവിടെ പഠിച്ച് ഇറങ്ങിപ്പോയ ഒരാൾ വലിയൊരു മ്യൂസിക് ലെജൻഡ് ആയി കഴിഞ്ഞ ശേഷം അവിടേക്ക് വരുന്നു എന്നുള്ളതും. അപ്പോൾ അയാൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വലിയ പുരസ്കാരമൊക്കെ നേടിയ ഒരാളായിട്ടാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. അപ്പോൾ അയാളുടെ ഒരു കഴിവിൻ്റെ വ്യാപ്തി എന്തോരമാണെന്ന് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ എന്തൊരു മഹാനുഭാവലും എന്ന് പറയുന്നത് നമ്മളൊരു വളരെ പ്രസിദ്ധമായ ത്യാഗരാജ കൃതികളുടെ ആ ഒരു വേർഷനെ കർണാട്ടിക് മ്യൂസിക്കിൽ നിന്നും ഒരു വെസ്റ്റേൺ ഫ്യൂഷൻ മ്യൂസിക്കിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ കൂടെ ഈ ക്യാരക്ടർ ഇൻ്റർനാഷണലി ഒരു അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ ആയതുകൊണ്ട് ആ ഒരു വെസ്റ്റേൺ ഫ്യൂഷനും കൂടെ ഈ ഒരു കർണാട്ടിക് മ്യൂസിക്കുമായിട്ട് ചേർത്ത് ചെയ്യാനുള്ളൊരു തീരുമാനം അങ്ങനെ എടുത്തത്. അത് വിദ്യാസാഗർ എടുത്ത തീരുമാനമാണ്. മറ്റു പാട്ടുകളൊക്കെ നമ്മൾ ഈ കഥയിൽ ആദ്യത്തെ കഥ തൊട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻസ് തന്നെയാണ്. അതിനെ ഓരോ സന്ദർഭത്തെയും അതിൻ്റെ രീതിയിൽ അതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് വിദ്യാസാഗർ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം പൂവേ എന്ന് പറയുന്നത് ഒരു തരം സെലിബ്രേഷനാണ്. ഈ ക്യാമ്പസിലെ കുട്ടികളെല്ലാം കൂടെ അവർ ചെയ്യുന്ന ഒരു പ്ലേയുടെ റിഹേഴ്സലിൻ്റെ ടൈമിലുള്ള അവരുടെ സന്തോഷങ്ങളും അവരുടെ ആക്ടിങ് റിഹേഴ്സൽസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. എൻ ജീവൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു വിരഹമാണ്. ഈ സ്ത്രീയെ അനുഭവിക്കുന്ന വിരഹം, വേദന, പ്രണയനഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ കാത്തിരിപ്പിൻ്റെ വേദനയുടെ ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു നറേഷനാണ് അതിൽ പറയുന്നത്. കരളേനിൻ കൈപിടിച്ചാൽ എന്ന് പറയുന്നത് ഈ സ്ത്രീ അവരുടെ പ്രണയത്തിൻ്റെ ഏറ്റവും സുഭിക്ഷമായ കാലത്തിലേക്കുള്ള ഒരു ഓർമ്മയിലേക്ക് പോകുന്നതാണ്. ഇതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ആ പ്രാധാന്യം ഈ സിനിമയിലുണ്ട്. ആ ഓരോ പാട്ടുകളും പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ
ഈ സിനിമയുടെ ഘടനയോ മ്യൂസിക്കുമായിട്ട് വേർതിരിച്ച് നമുക്ക് കാണാനേ പറ്റും. ഇത് മ്യൂസിക്കൽ സംഗീതത്തിന് ഈ സിനിമയുടെ ഇതിലുള്ള പ്രാധാന്യം മറ്റെന്തിനേക്കാൾ മുകളിലാണ്. കാരണം അത് സംഗീതത്തിലൂടെയാണ് ഈ സിനിമയിലെ ഈ കഥ അല്ലെങ്കിൽ ഈ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സംഗീതത്തിൽ ഒളിപ്പിച്ചു വെച്ചൊരു പേരുണ്ട്, ഈ കഥാനായികയുടെ പേര് അലീന എന്ന് പറയുന്ന പേര് സംഗീതത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നു നിഖിൽ മഹേശ്വർ എന്നുള്ളതാണ്. അത് തിരിച്ചറിയുന്നത് ഈ വിശാൽ കൃഷ്ണമൂർത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഗീതം മാറ്റി നിർത്തി ഈ സിനിമയ്ക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ്. സർ, അതേപോലെ തന്നെ ഈ സിനിമയിലുള്ള ആ 7 ബെൽസുള്ള ഇൻസ്ട്രുമെന്റ് അത് സിനിമയിൽ ഒരു വലിയ ഒരു ക്യാരക്ടർ പോലെ തന്നെ ഒരു ഘടകമാണ്. അത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സർ അത് വന്ന വഴി? വിദ്യാസാഗർ സാർ വഴി തന്നെ ആയിരുന്നോ? അല്ലല്ല, വിദ്യാസാഗർ ഇത് ആദ്യം എഴുതുന്ന 82-ൽ എഴുതുമ്പോൾ തന്നെ ഈ ഒരു 7 ബെൽസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് അതിനകത്തുണ്ട്, കഥയിലുണ്ട്. അതിൻ്റെ രൂപം എന്താണ്, അതിൻ്റെ ഘടന എന്താണെന്ന് നമുക്കറിയില്ല. അത് രഘു എഴുതിയപ്പോൾ വന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുന്ന പോലത്തെ ഒരു എലമെൻ്റാണ് സിനിമയിൽ. അത് സിനിമയിലേക്ക് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ഘട്ടത്തിലെത്തുമ്പോഴാണ് ഇതിൻ്റെ ഇതെങ്ങനെ ആയിരിക്കണം, ഇതിൻ്റെ രൂപം എന്തായിരിക്കണം എന്നുള്ളത് അതിനെക്കുറിച്ചുള്ളൊരു ആലോചന വന്നത്. അത് ഒരു പിയാനോയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് തോന്നുന്ന രീതിയിൽ പിയാനോയും ഹാർമോണിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത്, കാരണം അത് പണ്ടത്തെ കാലത്ത് ചവിട്ട് ഹാർമോണിയം എന്ന് പറയും, കാലുകൊണ്ടാണ് അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. അതിലൊരു ബെല്ലോസ് ഉണ്ട്, ഹാർമോണിയം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് വരുന്നൊരു ബെല്ലോസ് ഉണ്ട്, അതുണ്ട് അതിൻ്റെ സൈഡിൽ. പിന്നെ ഈ പിയാനോയുടെ കീസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു വല്ലാത്തൊരു കോമ്പിനേഷനാണത്. ബെൽസ്, ഈ 7 ബെൽസ് കൂടെ കിടപ്പുണ്ട്. അങ്ങനെ ഒരു ഡിസൈൻ അതിൽ കൊണ്ടുവരികയും അതിനെ പിന്നെ ഈ സിനിമയ്ക്ക് ആവശ്യമായിരുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഫങ്ഷണൽ മോഡിലേക്ക് പിന്നെ കൊണ്ടുവരികയും ചെയ്തതാണ്. അപ്പോൾ അതൊരു നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഇൻസ്ട്രുമെൻ്റാണ്. അതിനേറ്റവും വലിയ ഗുണകരമായി തീർന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ഈ ബെല്ലോസ് എന്ന് പറയുന്നത് ഒരു ശ്വാസമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് നിഖിൽ മഹേശ്വരുടെ ആത്മാവോ സാന്നിധ്യമോ അതിനകത്തുള്ള പോലെ ഒരു ജീവിക്കുന്ന ആൾ, ശ്വാസം വിടാൻ, ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയുന്നൊരു വ്യക്തിയുടെ ഒരു ഫീലും കൂടെ അതിനകത്ത് കൊടുക്കുന്നു. അത് കാണാൻ സൈഡിൽ ഇതിങ്ങനെ വന്നൊരു അതിന് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസാണ്. അവിടെയാണ് എപ്പോഴും ഈ നിഖിൽ മഹേശ്വരുടെ പ്രസൻസ് ഉള്ളത്. എപ്പോഴും ഈ വിശാൽ കൃഷ്ണമൂർത്തി ഓരോ രാത്രി ഇത് കേട്ടിട്ട് ഓടിയെത്തുന്ന ഇവിടേക്കാണ്. അപ്പോൾ അവിടെ ആ സാന്നിധ്യമുണ്ട്. ഇയാൾ വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്, താനെ തുറക്കുന്ന വാതിലുണ്ട്. ഒരു ഘട്ടത്തിൽ ഇത് വല്ലാത്തൊരു വയലൻസിലേക്ക് പോകുന്നുണ്ട് അവസാന ഘട്ടത്തിൽ. അപ്പോൾ അപ്പോഴത്തേക്ക് ഈ ഇൻസ്ട്രുമെൻ്റ് ഉൾപ്പെടെ കിടന്ന് ഉലയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രസൻസ് അവിടെ വല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് നമ്മൾ അതിനെ രൂപപ്പെടുത്തിയെടുത്തതാണ്. ഓക്കെ, അപ്പം വിനീതേട്ട, സിബി സർ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ബ്രിങ്ങിങ് ദിസ് ഫിലിം ബാക്ക് അഗൈൻ. അപ്പം ഒരു വലിയ ഗംഭീര ഹിറ്റാകുന്നുള്ള കാര്യം ഉറപ്പാണ്. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. താങ്ക് യു. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Celluloid. See you.